ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ മറ്റേ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജേണൽ എൻ്റെ ബുക്ക് കാണിച്ചിട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. സംഭവം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആ ജേണൽ ബുക്ക് കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഓഫായിപ്പോയി. പിന്നെ ഞാൻ കൺക്ലൂഷൻ കുറച്ചൊരു 5% കയറിയപ്പോഴായിരുന്നു കൺക്ലൂഷൻ എടുത്തത്. അപ്പോൾ പാർട്ട് 2 ആയിട്ടൊന്നും പറയാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ആ വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പാർട്ട് 2 അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്ട് 2 പോകാം. അപ്പോൾ ഈ ജേർണലിംഗ് ഡയറി കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൺക്ലൂഷൻ പറഞ്ഞത്. അപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം. ഈ ജേർണലിംഗ് ഡയറി ഇപ്പോൾ പകുതി ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ ജേർണലിംഗ് ഡയറിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാം. എൻ്റെ ഫസ്റ്റ് ജേർണൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ മോർണിംഗ് ടൈം ടേബിൾ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത പറഞ്ഞാൽ എൻ്റെ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോരോ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പൊക്കാൻ പറ്റിയ പേപ്പേഴ്സില്ലേ, അതൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ എൻ്റെ ഒരു ഡ്രീം നിങ്ങൾക്ക് കാണിച്ചു തരാം, ബാക്കിയൊക്കെ ഞാൻ കാണിക്കുന്നില്ല. ഒറ്റൊരു ഡ്രീം, ഇത് ശരിക്കും സീക്രട്ടാണ്, പക്ഷെ ഞാൻ ഒരു ഡ്രീം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡ്രീം ഇതാണ് കേട്ടോ, കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ ഡ്രീം, ഫസ്റ്റ് ഡ്രീം. അയ്യോ, എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുകയാണ്. മൈ സീക്രട്ട് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് എൻ്റെ സീക്രട്ടാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേർണലിങ്. ഞാൻ കുറേ ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കേഴ്സും ഒരു കുട്ടി കോട്ടൊക്കെ കൊടുത്തിട്ട് ഒരു മൈ ലൈഫിനെ കുറിച്ചുള്ള ഒരു കുട്ടി ജേർണലിങ് ചെയ്തതാണ്. അപ്പോൾ അതൊരു അടിപൊളിയായിരുന്നു. അടുത്ത ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. ഈ ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഞാനിത് 4/10/2024 ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഒന്നും ചെയ്തില്ല, മറന്നുപോയി ഗൈസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പോൾ അടുത്തതൊരു കുഞ്ഞു ഡയറിയാണ്, അത് നോക്കണ്ട. അടുത്തത് ഇതെൻ്റെ സെക്കൻഡ് ജേർണലാണ്. ഈ സെക്കൻഡ് ജേർണൽ ഞാനൊരു വിൻറ്റേജ് പിടിച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ ഒരു സാധനം, ഈ പാറ്റേൺ പേപ്പറൊക്കെ ഞാൻ മേക്ക് ചെയ്തതാണ്. ഈ കുട്ടിക്ക് സ്റ്റിക്കറൊക്കെ ഞാൻ മേക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടെ കുട്ടി ഫെദറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ആൻഡ് കവായി തീമിലുള്ളൊരു ജേർണലാണ് കേട്ടോ. ഇതൊരു ഒക്ടോബർ ജേർണലായിരുന്നു. ഇതിൽ ഞാൻ മേക്ക് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ പലതും. അപ്പോൾ അതായിരുന്നു ഈ ഒരു ജേർണലിനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ, ഈ ജേർണലിൽ ഞാൻ ഈ 2 സാധനങ്ങളുണ്ടോ, ഇതൊക്കെ എൻ്റെ 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ ടെസ്റ്റിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് വെട്ടിയെടുത്തിട്ട് ചെയ്ത ജേർണലാണ് കേട്ടോ. പിന്നെ ഞാൻ കോട്ടൊക്കെ എഴുതി വെച്ചിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് രണ്ടും. പിന്നെ അടുത്തതും അതേപോലെ തന്നെയാണ്. ഒരു ഗാലക്സിയുടെ പിക്ചർ ഉണ്ടായിരുന്നു, അത് ഞാൻ വെട്ടിയെടുത്തിട്ട് ഒരു ഗാലക്സി തീമിലുള്ളൊരു ജേർണൽ ചെയ്തു. അതേപോലെ തന്നെ ഗ്ലിറ്റർ പെണ്ണൊക്കെ വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും മൂണൊക്കെ വരച്ചു കൊടുത്തു. അതായിരുന്നു കേട്ടോ അടുത്ത ജേർണൽ. അപ്പോൾ അടുത്ത ജേർണൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഏതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത ജേർണലാണ്. ഇതൊരു മെയ്സ് പോലത്തെ, ഒരു ലൈഫിൻ്റെ മെയ്സ് പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ്, അങ്ങനത്തെ ഒരു മെയ്സ് പോലത്തെ സാധനം കേട്ടോ. എൻ്റെ തൊണ്ട അതിൻ്റെ ഇടയ്ക്ക് അമ്മ കയറി വന്നു ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതൊരു ലൈഫിൻ്റെ ഇതാണ്. എനിക്ക് തൊണ്ടവേദന ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കാം, വോയിസ് ക്ലിയർ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അടുത്തൊരു ജേർണൽ. ഇതൊരു ഇങ്ങനെ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി തീമായിപ്പോയി. പിന്നെ ഇവിടെ ഒരു കുട്ടി ഡയറി ഉണ്ട്. ഞാൻ ഡയറി എഴുതിയിട്ട് അതിനൊരു കുട്ടിയായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. ഹാപ്പി ഹാപ്പി ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് ഈ ഒരു ജേർണലാണ്. ഇതും ഒരു വിൻറ്റേജ് പ്ലസ് എസ്തറ്റിക് ആക്കി നോക്കിയതാണ്. പക്ഷേ എസ്തറ്റിക്കും വിൻറ്റേജും ഒന്നും ആയില്ല, എനിക്ക് അധികം ഇഷ്ടവും പെട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മറ്റേ വീഡിയോയിലല്ല, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റേ വീഡിയോയിൽ എനിക്ക് കമൻറ്റിൻ്റെ ഓപ്ഷൻ എനിക്ക് മാറിപ്പോയി ഗൈസ്, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോസസിൻ്റെ ഞാനൊരു വാലൻറ്റൈൻസ് ഡേ തീമിലുള്ളൊരു ജേർണൽ ചെയ്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുട്ടി ജേർണൽ, എനിക്കിതായിട്ട് ഇഷ്ടമായിട്ടോ.
പിന്നെ അടുത്ത ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു ബാൻഡേജ് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ട് കുറേ പുല്ലും സാധനങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ട് ഒരു കുട്ടി കോട്ടും കൊടുത്തിട്ട് നല്ലൊരു ചെയ്തൊരു ജേണലാണ്. ഇതും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ വെറുതെ ഇന്നപ്പോൾ എന്തൊക്കെ കുത്തിവരച്ച് ചെയ്താണ് ഇവിടെ എൻ്റെ സൈഡിൽ കിട്ടുന്നത് കേട്ടോ. ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ജേണലാക്കി ആക്കാൻ നോക്കിയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സംഭവമൊക്കെ ചെയ്ത് തന്നപ്പോഴേക്കും എനിക്കധികം പിടിച്ചില്ല. അപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് തീമിലുള്ള ഒരു ജേണലാണ് കേട്ടോ. ഈ ഒരു ജേണൽ ക്രിസ്മസിന് ചെയ്തതാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വരച്ചു, പാറ്റേൺ പേപ്പേഴ്സ് കൊടുത്തു, മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു കുട്ടി ക്രിയേറ്റീവായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഞാൻ പഞ്ഞിയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മറ്റേ സ്നോ പോലെ ആക്കിയിട്ട് നല്ല ഇങ്ങനെ നമ്മൾ സ്കുഷിയാക്കി നല്ല രസമായിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായി, എനിക്കിഷ്ടമായി. ഇപ്പോൾ കുറച്ച് പഞ്ഞിയിലൊക്കെ ചെറുതായി പൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് കറുത്തിരിക്കുന്നത് പഞ്ഞി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് തീമാണ് ചെയ്തത്. ഇത് കവായി സ്റ്റിക്കർ വെച്ച് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫ്രണ്ട് തന്ന ഒരു കവായി സ്റ്റിക്കർ എൻ്റെ ഷീറ്റ് വെച്ച് ചെയ്തതാണ്. ഞാൻ വാങ്ങിയപ്പോൾ ചെയ്ത ജേണൽ, ഞാൻ കവായി സ്റ്റിക്കർ വാങ്ങിയപ്പോൾ ചെയ്ത ജേണലുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്നാന്ന് പറഞ്ഞു തരാം. അടുത്തത് ഒരു ബ്ലഡ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചൊരു കാര്യമാണ് കേട്ടോ. ഇത് ശരിക്കും ബ്ലഡ് ഒന്നുമല്ല ഗൈസ്. ഇത് നമ്മുടെ മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും സോപ്പ് പൊടിയും മിക്സ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മുടെ റെഡ് കളർ ആവില്ലേ, ആ സാധനം ഞാൻ ബ്ലഡ് ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ഡ്രോപ്പൊക്കെ ഒട്ടിച്ച് ഒരു ഹാർട്ടൊക്കെ കൊടുത്തിട്ട് ബ്ലഡിനെ കുറിച്ചൊരു കോട്ടൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ജേണൽ. അടുത്ത ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ കോട്ടൊന്നും എഴുതിയില്ല, നൈസ് ഡേ എന്ന് മാത്രം എഴുതിയിട്ട് എൻ്റെ സാധനങ്ങൾ വെച്ച് ഞാൻ വെറുതെ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അത്രമാത്രം ജേണലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് ഒരു ക്രിസ്മസ് തീമിലുള്ള ജേണൽ തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ കളർ പേപ്പേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ മറ്റേ ക്രിസ്മസ് ജേണലിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്രിസ്മസ് ജേണലാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായി ഈ പാറ്റേൺ പേപ്പർ. ഈ ഒരു പാറ്റേൺ പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ റെഡും ഇതും കൂടെ വെച്ച് നല്ലൊരു അടിപൊളി ഒരു തീമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസിനെ കുറിച്ച് ഉള്ളൊരു കുട്ടി കോട്ടൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുള്ളൊരു ജേണലായിരുന്നു. അപ്പോൾ അതാണ് അടുത്ത ജേണൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഇയറിൻ്റെ ജേണലായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2025 നമ്മുടെ ന്യൂ ഇയറിൽ ഇതിൻ്റെ വീഡിയോ മീൻസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ ജേണൽ. ഞാൻ 1/1/2025 കറക്റ്റ് ടൈം 12 മണിക്ക് ഞാൻ ഇരുന്ന് ചെയ്ത ജേണലാണ്. അപ്പോൾ 1/1 നമ്മുടെ ഫസ്റ്റ് 12 മണിക്ക് ഇരുന്ന് ചെയ്ത ജേണലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ജേണൽ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഞാൻ കവായി സ്റ്റിക്കർ വാങ്ങിയപ്പോൾ ചെയ്ത ജേണൽ. ഇപ്പോൾ പോയാൽ കവായി സ്റ്റിക്കർ വാങ്ങിയപ്പോൾ ചെയ്ത ജേണൽ ഇതായിരുന്നു കേട്ടോ. ഒരു നേച്ചറിനെ പറ്റിയിട്ട് ചെയ്ത ജേണലാണ്. അപ്പോൾ അടുത്തതും എൻ്റെ കവായി സ്റ്റിക്കറിനെ വാങ്ങിച്ച സെക്കൻഡ് ജേണലാണ്. ഇതൊരു ഞാൻ വിൻറ്റേജ് പ്ലസ് കവായി ആക്കി വെച്ചതാണ്. എൻ്റെ പാറ്റേൺ പേപ്പേഴ്സും പിന്നെ നമ്മുടെ ഈ കോട്ട് ഏതൊരു പഴയ ഒരു സ്റ്റോറി ബുക്കിൽ നിന്ന് ഞാൻ കീറിയെടുത്ത ഒരു പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ചെയ്തൊരു കവായി സ്റ്റിക്കർ വെച്ചുള്ളൊരു ജേണലാണ്. നെക്സ്റ്റ് ഈ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ കവായി സ്റ്റിക്കറിൻ്റെ ബാക്കിലൊരു സാധനം ഉണ്ടാവില്ലേ, ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഒരു സാധനം ഉണ്ടാവില്ലേ, അതിനകത്ത് ഞാൻ അത് കീറിയെടുത്തിട്ട് അത് വെച്ച് ചെയ്ത ജേണലാണ്. പിന്നെ ആ ഒരു ഫ്രണ്ടിലുള്ള ഇത് വെച്ച് കവായി സ്റ്റിക്കർ ഒട്ടിച്ച് ഗ്ലിറ്റർ പെന്ന് വെച്ച് കുറച്ച് കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു ജേണലാണ് കേട്ടോ ഇത് ചെയ്തത്. നെക്സ്റ്റ് ഈ ജേണൽ എനിക്ക് അധികം പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ഫെബ്രുവരിയിലെ ജേണൽ ഞാൻ ചെയ്തത്. പക്ഷെ എനിക്കിത് അധികം ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കോളമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതായിരുന്നു അടുത്ത ജേണൽ. പിന്നെ വേറൊരു ബുക്ക് മറ്റേ നമ്മൾ ജേണൽ സെറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്തൊരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ, ആ ബുക്കിൽ ഞാൻ 2 ജേണൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജേണൽ ഒരു കുട്ടി അടിപൊളിയായിട്ടുള്ളൊരു ജേണലായിട്ട് ഞാൻ അവിടെ ഒരു ബേൺ പേപ്പറൊക്കെ വെച്ചിട്ടായിരുന്നു കോട്ടൊക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ലാത്തൊരു ജേണലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് അടുത്ത ജേണൽ. അപ്പോൾ നമുക്ക് അടുത്ത ജേണലിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ജേണൽ. ഇതും ഞാൻ രണ്ടാമത് വാങ്ങിയ കവായി സ്റ്റിക്കർ വെച്ച് ചെയ്തതാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ബാക്കിലും ഇങ്ങനത്തെ 2 സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതായിരുന്നു ഞാൻ രണ്ടാമത് വാങ്ങിയപ്പോൾ കിട്ടിയ തീം. പിന്നെ പഴയ തീമിൻ്റെ ബാക്കിലുള്ളതും ഒട്ടിച്ച് അത് വെച്ചൊരു ജേർണൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു പഴയ ബുക്കിൽ നിന്ന് കീറിയെടുത്ത ഒരു സാധനം വെച്ച് ചെയ്താന്ന് അതേപോലത്തെ ഒരു ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഡ്രൈ ഫ്ലവറോ ലീഫോ എനിക്ക് എവിടെന്നോ കിട്ടിയിട്ട് ഞാൻ അതും നടുക്കൊട്ടിച്ചു കൊടുത്തു. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. ഇതിൻ്റെ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ടിടാം. അടുത്തത് മാർച്ച് 1 ചെയ്ത ഒരു ജേർണലാണ്. ഒരു ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർച്ച് 1 ഞാൻ ചെയ്തൊരു ജേർണലാണ് കേട്ടോ. ഇതിൽ എൻ്റെ മൂഡ് ട്രാക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നോക്കണ്ട. അപ്പോൾ ഇവിടെ സ്പേസ് ചെറുതായി വിട്ടിട്ടുണ്ട്. അടുത്ത ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അടുത്ത ജേർണൽ. ഇതെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 9. അപ്പോൾ മാർച്ച് 9 ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കവായി സ്റ്റിക്കർ വെച്ചിട്ടും എൻ്റെ കവായി സ്റ്റിക്കർ വെച്ചിട്ടും ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത്. പിന്നെ ഈ ബലൂൺസും ഈ കേക്കിൻ്റെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു പോസ്റ്റർ ഇങ്ങനെ വാളിൽ ഒട്ടിക്കാൻ പറ്റിയ ഒരു പോസ്റ്റർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കേക്കും ബലൂൺസുമാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഒരു കുട്ടി ചാനലൊക്കെ ചെയ്ത് എൻ്റെ ബർത്ത്ഡേ എന്താണെന്നൊക്കെ എഴുതി ഒക്കെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ തീമിലുള്ളൊരു ജേർണൽ ചെയ്തായിട്ട് ഒരു ഗ്രീൻ തീം. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇത്രയും ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജേർണലാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ തീമിലുള്ള നല്ല രസമായിട്ടുള്ള ജേർണലാണ്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാണ് എന്നുള്ളൊരു കോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ജേർണലാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ഡയറി മിൽക്ക് സിൽക്കിൻ്റെ മറ്റേ കവറും മിഠായി വേറെ ഏതൊരു മിഠായിയുടെ കവറൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു കുട്ടി ജേർണലാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അടുത്ത ജേർണൽ. അപ്പോൾ ഈ ജേർണലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മാർച്ച് തന്നെ ചെയ്തൊരു സമ്മറായിരുന്നല്ലോ മാർച്ച്. അപ്പോൾ സമ്മർ തീമിൻ്റെ ഒരു ജേർണൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ പോയി കാണുക, ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. ഈ തീം ഞാൻ 2 വട്ടം ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം. ഇത് ഞാൻ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. അതൊക്കെ വെച്ച് ചെയ്തൊരു ജേർണലാണ്. അപ്പോൾ അടുത്ത നമുക്ക് ജേർണലോട്ട് പോവാം. അപ്പോൾ അടുത്ത തീം എന്ന് പറഞ്ഞൊരു ബ്ലൂബെറി നൈറ്റ്സ് എന്നൊക്കെ എഴുതിയൊരു പേർപ്പിൾ തീമിലുള്ളൊരു ജേർണലാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ജേർണലായിരുന്നു കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു കുട്ടി ഡയറിയാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ May 1 ഞാൻ ചെയ്തിട്ട് ക്ലിപ്സൊക്കെ വെച്ചിട്ടുള്ള ജേർണലാണ് കേട്ടോ. അപ്പോൾ ഈ ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഫസ്റ്റായിട്ട് പേസ്റ്റൽ ബ്രഷ് പെൻ വാങ്ങിയപ്പോൾ ചെയ്ത ജേർണലാണ് കേട്ടോ. ഇനി ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ജേർണലായിരുന്നു കേട്ടോ. ഇത് എന്താ സംഭവമായിട്ട് ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിഷ് ലിസ്റ്റാണ് കേട്ടോ. ഇത് ഈ വിഷ് ലിസ്റ്റിൻ്റെ ഈ ബോർഡർ ലൈൻസ് പോലെ ഈ ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചാണ് കൊടുത്തത്. ആൽക്കഹോൾ മാർക്കേഴ്സിൽ ആ ബ്ലാക്കിൻ്റെ ഇങ്ക് ലീക്കായിട്ട് ഇതിവിടെ ഡ്രോപ്പായി ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ബട്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതായിരുന്നു അടുത്ത ഒരു ജേർണൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഞാൻ ഈസി ടു വർക്ക് ബട്ട് ഹാർഡ് വർക്ക് ടു എഫേർട്ട് എന്ന് പറഞ്ഞൊരു കോട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലൂ തീമിലുള്ള ജേർണൽ കേട്ടോ. ഇതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ജേർണൽ. ഇതിൽ കുഴപ്പമില്ല. ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഞാൻ ഈ മിറേഴ്സൊക്കെ ഒട്ടിച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള മിറേഴ്സ്, കുട്ടി കുട്ടി മിറേഴ്സ് അതൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തൊരു ജേർണലാണ്. അടുത്ത ജേർണലിൽ നമ്മുടെ ഈ BTS ഫാൻസിന് ഇഷ്ടപ്പെടുന്നൊരു ജേർണലാണ്. BTS മേക്ക് ചെയ്തിട്ടുള്ളൊരു BTSൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള BTS തീമുള്ള ജേർണലാണ് കേട്ടോ. എനിക്ക് ജങ്കുക്കിനെയാണ് കേട്ടോ BTS ഇഷ്ടം. നിങ്ങൾക്ക് ആരും ഇഷ്ടം എന്തായാലും പറയാം. അടുത്തതൊരു സിമ്മൻ റോളിൻ്റെ ഒരു തീമിലുള്ള ജേർണലായിരുന്നു കേട്ടോ. ഇത് നല്ല ഇഷ്ടമായി എനിക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാൻ എല്ലാ കളേഴ്സും കൊടുത്തു. അങ്ങനെ ചെയ്തൊരു ജേർണലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അടുത്ത ജേർണൽ. ഈ ജേർണലിൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഒരു ജേർണൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ ഞാനൊരു സ്ട്രോബെറി തീം ചെയ്തു. ഇത് വേറൊരു ബാക്ക്ഗ്രൗണ്ട്, ഇതിങ്ങനെ വെച്ചാൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനത്തെ ജേർണലിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
പിന്നെ ഈ ചാനലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തീം എന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിബാറ തീമിലുള്ള ഒരു ചാനലായിരുന്നു കേട്ടോ. ഇത് ഞാൻ ക്യാബിബാറേനെ കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ടോ. ഞാൻ ചെവിക്കറിയാതെ റെഡ് കളർ കൊടുത്തു, പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ബ്ലഷ് പിന്നെ റെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെവിയിൽ ഞാൻ ഇതുകൊണ്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നമായി. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ക്യാബിബാറയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. അടുത്തത് കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരു ചാനലായതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലുള്ള ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തൊരു ചാനലാണ്. അപ്പോൾ അതായിരുന്നു അടുത്ത ചാനൽ. പിന്നെ അടുത്തൊരു ഗ്രീൻ കളറിലുള്ള ചാനലായിരുന്നു കേട്ടോ. ഇത് ഞാൻ ചെറിയ തീം പ്ലസ് ഗ്രീൻ കളർ അങ്ങനെ ചെയ്തൊരു ചാനലാണ്. ഇതും എനിക്ക് നന്നായിട്ട് അത്യാവശ്യത്തിന് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കല്യാണക്കാരൻ്റെ ഫ്രണ്ടിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, അത് വെട്ടിയിട്ട് ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ. അതും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ബുക്കിൽ കുറച്ചു ദിവസം മുന്നേ ലാസ്റ്റായിട്ട് ചെയ്ത ജേണലാണിത്. ഇത് ഞാൻ ടു ഡു ലിസ്റ്റ് പോലത്തെ ഒരു ജേണലായിരുന്നു. November 27 തൊട്ട് എനിക്ക് ടു ലിസ്റ്റ് ആയിരുന്നത്. അപ്പോൾ ഒരു ബേസ് തീമിലുള്ള ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ബുക്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ജേണൽസ് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ മറ്റേ ബുക്കിലെ കാണിച്ചു തരാം കേട്ടോ. മറ്റേ ബുക്കിലെ 2 ജേണലെന്ന് പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ആ ജേണൽ ബുക്ക്. ഈ ബുക്കിൽ ഞാൻ ഇതായിരുന്നു കേട്ടോ ആദ്യം ചെയ്തത്. ഇതെനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബുക്കിലെ തന്നെ അടുത്ത ജേണലിൽ പോകാം കേട്ടോ. ഇതായിരുന്നു ഞാൻ ഈ ബുക്കിൽ അവസാനമായിട്ട് ചെയ്ത ജേണൽ ബുക്ക്. ഈ ജേണൽ അതിൻ്റെ വിഷമം ഞാൻ ഇതിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു നമ്മുടെ ജേണൽസ്. അപ്പോൾ ഈ 2 ബുക്കിലെ ജേണൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കവായ് സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഗൈസ്. അപ്പോൾ അടുത്ത എൻ്റെ ലബുബു കളക്ഷൻ നിങ്ങൾക്ക് കളക്ഷൻ ഒന്നുമില്ല, 3 ഉള്ളൂ. അപ്പോൾ കാണിച്ചു തരാവേ ഗൈസ്. ഇതാണ് എൻ്റെ ലബുബു വീണു. ഇതാണ് എൻ്റെ 3 ലബുബു കുട്ടികൾ. അപ്പോൾ ഒരു സീക്രട്ട്, ഒരു ലോയാലിറ്റി, ഒരു ലവ്. അപ്പോൾ ഇതാണ് 3 ആണ് കേട്ടോ. അപ്പോൾ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ, അതും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ലോയാലിറ്റീൻ്റെ 2 എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതെവിടെയെന്ന് എനിക്കറിയില്ല ഗൈസ്, കാണുന്നില്ല അത്. അപ്പോൾ ഇത് 4 ഉണ്ട് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവരെ കാണിച്ചിട്ട് നമുക്ക് കവായ് സ്റ്റിക്കറിൻ്റെ കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കവായ് സ്റ്റിക്കേഴ്സ്. ഇത് സ്പേസ് തീമാണ് കേട്ടോ. ഇത് മിക്സ് ഉണ്ട്, വേറെ മറ്റേ ഈ തീമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്പേസ് തീം. ഇവിടെ കീറിയിരിക്കുന്നുണ്ട്, അതാണ് കേട്ടോ ഞാൻ മെല്ലെ എടുക്കുന്നത്. അടുത്തത് ഇത് ഏതോ ഒരു തീമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഒരു കവായ് തീമാണ്. നെക്സ്റ്റ് ഈ തീം ഞാനത് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എടുത്തു വെക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് എടുക്കാത്തത്. ഇത് ഇങ്ങനത്തെ തീമാണ് കേട്ടോ. ഇങ്ങനത്തെ തീം കിട്ടിയിട്ടുള്ളവർ പറയണേ. ഇതെങ്ങനെ ഞാൻ കാണിക്കും. ഈ തീം കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കണ്ടോ? ഈ ഒരു തീം ഈ ഗേളിൻ്റെ തീമാണ് കേട്ടോ എനിക്ക് ഈ ഒരു കവായ് സ്റ്റിക്കർ കിട്ടി. ഈ കവായ് സ്റ്റിക്കറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളൊരു ക്യാബിബാറയുടെ തീമാണ്. ക്യാബിബാറയെന്നൊന്നും നിങ്ങൾക്ക് പിന്നെ പറയാൻ നമ്മൾ ജേണലൊക്കെ കണ്ടിട്ടുള്ളതാണ് ക്യാബിബാറയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കേഴ്സിൻ്റെ ബുക്ക് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്റ്റിക്കേഴ്സിൻ്റെ ബുക്ക്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കണ്ടോ. ഇതിൽ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസിൻ്റെ പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.